നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു കറണ്ട് അഫെയർസ് സെഷനിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നവംബർ 9 മുതൽ 22 തീയതി വരെയുള്ള കറണ്ട് അഫെയർസ് ആണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ചോദ്യം, ന്യൂയോർക്ക് സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സൗത്ത് ഏഷ്യൻ വംശജൻ. അപ്പോൾ ന്യൂയോർക്ക് സിറ്റി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സൗത്ത് ഏഷ്യൻ വംശജൻ സൊഹ്റാൻ മംദാനിയാണ്. അദ്ദേഹം യുഎസിലെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ മെമ്പറാണ് സൊഹ്റാൻ മംദാനി. രണ്ടാമത്തെ ചോദ്യം, ആഗോള കാലാവസ്ഥാ ഉച്ചകോടി COP30. അപ്പോൾ COP30യുടെ വേദി എവിടെയാണെന്നാണ്? ബ്രസീലിലെ ബെലേമിലാണ് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി COP30യുടെ വേദി. അടുത്ത ചോദ്യം, 2025 ഇന്ത്യ മാരിടൈം വീക്കിൽ സമുദ്ര സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം. അത് നെതർലാൻഡ്സ് ആണ്. അപ്പൊ 2025 ഇന്ത്യൻ മാരിടൈം വീക്കിൽ സമുദ്ര സഹകരണത്തെക്കുറിച്ചുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ചത് നെതർലാൻഡ്സ് ആണ്. അടുത്തത്, 2025 നവംബർ 7 അന്തരിച്ച DNA ഘടന കണ്ടെത്തിയവരിൽ ഒരാളായ ശാസ്ത്രജ്ഞൻ ജെയിംസ് ഡി വാട്സൺ. അപ്പൊ ജെയിംസ് ഡി വാട്സൺ ആണ് 2025 നവംബർ 7 അന്തരിച്ചിട്ടുള്ള DNA ഘടന കണ്ടെത്തിയവരിൽ ഒരാളായിട്ടുള്ള ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന് 1962 നോബൽ പ്രൈസ് ലഭിക്കുന്നത്. അപ്പൊ 1962 നോബൽ പ്രൈസ് റെസിപ്പിയന്റ് കൂടിയാണ് ജെയിംസ് ഡി വാട്സൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അടുത്ത ചോദ്യം, പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ചൈനയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലിന്റെ പേര്? ഫുജിയാനെ എന്നാണ് പൂർണ്ണമായിട്ടും തദ്ദേശീയമായി നിർമ്മിച്ച ചൈനയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലിന്റെ പേര്. അടുത്ത ചോദ്യം, യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്? സംരക്ഷ ആപ്പ് എന്നാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര്. അടുത്ത ചോദ്യം, ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി? ഓപ്പറേഷൻ രക്ഷിത എന്ന് പറയുന്ന ഈ പദ്ധതി റെയിൽവേ പോലീസും അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ രക്ഷിത. അടുത്തത്, ക്യാൻസർ രോഗികൾക്ക് വില കൂടിയ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി? കാരുണ്യ സ്പർശം. അപ്പൊ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് വില കൂടിയ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ വേണ്ടി ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് കാരുണ്യ സ്പർശം. അടുത്തത്, പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കുവാൻ 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര്? സേഫ് എന്നാണ്. സേഫ്. അപ്പം അത് പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന കേരള പട്ടികജാതി വികസന വകുപ്പ്. അപ്പൊ വകുപ്പ് ഓർത്തിരിക്കുക കേട്ടോ. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ് സേഫ്. അടുത്തത്, ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പുരസ്കാരം നേടിയ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡാണ്. അപ്പൊ ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പുരസ്കാരം നേടിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ്. അടുത്ത ചോദ്യം, കുട്ടികൾക്കായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അർഹയായ ചെസ് താരം ദിവി ബിജേഷ് ആണ്. ദിവി ബിജേഷ് എന്ന് പറയുന്ന ചെസ് താരമാണ് കുട്ടികൾക്കായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അർഹയായത് കേട്ടോ. അടുത്തത്, ഇന്ത്യയുടെ 91ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള VS രാഹുൽ ആണ് ഇന്ത്യയുടെ 91ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. VS രാഹുൽ. അടുത്ത ചോദ്യം, എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? മഹാരാഷ്ട്രയാണ്. സ്റ്റാർലിങ്ക് എന്താണെന്ന് അറിയാലോ? എലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് സർവീസ് കോൺസ്റ്റലേഷൻ ആണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാർലിങ്കുമായിട്ട് കരാറിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്തത്, റോഡ് സുരക്ഷയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ് ആണ്. അപ്പം ഉത്തർപ്രദേശ് ഗവൺമെന്റും അതുപോലെ തന്നെ ITI ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും ലോജിക്ക എന്ന് പറയുന്ന കമ്പനിയും സംയുക്തമായിട്ടാണ് റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്നത്. അടുത്തത്, നവംബർ 6-7 തീയതികളിൽ കേരള തീരത്തും മാഹി, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള വിവിധ സമുദ്ര സുരക്ഷാ പങ്കാളികളുമായി സഹകരിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നാവികസേനയും നടത്തിയ 2 ദിവസത്തെ തീരദേശ സുരക്ഷാ അഭ്യാസം. അതിന്റെ പേര് സാഗർ കവച് എന്നാണ്. അപ്പൊ എവിടെയൊക്കെയാണ്? കേരള തീരത്തും മാഹി, ലക്ഷദ്വീപ് എന്നീ പറയുന്ന യൂണിയൻ ടെറിട്ടറികളിലുമാണ് നടത്തിയത് നവംബർ 6-നും 7-നും. പിന്നെ വിവിധ സമുദ്ര സുരക്ഷാ പങ്കാളികളും അതുപോലെ കോപ്പറേറ്റ് ചെയ്തത് പിന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നാവികസേനയുമാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോമിന്റെ പേര്?
അത് ഭാഷിണി എന്നാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോമിന്റെ പേര് ഭാഷിണി എന്നാണ്. അടുത്ത ചോദ്യം, ലഹരിമുക്ത ക്യാമ്പസുകൾക്കായുള്ള കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, അതിന്റെ പേര് ബോധപൂർണിമ എന്നാണ്. അപ്പൊ ലഹരിമുക്ത ക്യാമ്പസുകൾക്കായിട്ട് കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ പേരാണ് ബോധപൂർണിമ. അടുത്തത്, മികച്ച നാടകത്തിനുള്ള 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ശശിധരൻ നടുവിലിന് നേടിക്കൊടുത്ത രചന പിത്തളശലഭം. അപ്പൊ പിത്തളശലഭം എന്ന് പറയുന്ന നാടകത്തിനാണ് 2024 ശശിധരൻ നടുവിലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വോട്ടിംഗ് സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. അപ്പൊ ബീഹാറിലാണ് റീജിയണൽ ഇലക്ഷൻസിന്, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വോട്ടിംഗ് സംവിധാനം വിജയകരമായിട്ട് നടപ്പിലാക്കിയത് ബീഹാർ കേട്ടോ. അടുത്തത്, വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ അവതരിപ്പിച്ച പുതിയ നെൽവിത്ത്, അതിന്റെ പേരാണ് ആദ്യ. അപ്പൊ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിയ തോതിൽ ചെറുക്കാൻ അവതരിപ്പിച്ച പുതിയ നെൽവിത്തിന്റെ പേരാണ് ആദ്യ. അടുത്തത്, ദേശീയ വിദ്യാഭ്യാസ ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 നമ്മൾ ആഘോഷിക്കുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നവംബർ 11. ഇനി 2025 ദേശീയ വിദ്യാഭ്യാസ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ ദിനത്തിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ, AI ആൻഡ് എഡ്യൂക്കേഷൻ പ്രിസർവിംഗ് ഹ്യൂമൻ ഏജൻസി ഇൻ എ വേൾഡ് ഓഫ് ഓട്ടോമേഷൻ. AI ആൻഡ് എഡ്യൂക്കേഷൻ പ്രിസർവിംഗ് ഹ്യൂമൻ ഏജൻസി ഇൻ എ വേൾഡ് ഓഫ് ഓട്ടോമേഷൻ എന്നുള്ളതാണ് 2025 ദേശീയ വിദ്യാഭ്യാസ ദിനത്തിന്റെ തീം. അടുത്തത്, 2025 ബുക്കർ പ്രൈസ് നേടിയ കൃതി. അത് ഹംഗേറിയൻ ഓത്തർ ആയിട്ടുള്ള ഡേവിഡ് സാലിയുടെ ഫ്ലഷ് എന്ന് പറയുന്ന നോവലാണ് 2025 ബുക്കർ പ്രൈസ് നേടിയത്. അപ്പം ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ഡേവിഡ് സാലൈ, അദ്ദേഹത്തിന്റെ കൃതി ഫ്ലഷ് എന്ന് പറയുന്ന നോവല്. അടുത്തത്, 2025 മികച്ച വാക്കായി കൊലിൻസ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത വാക്ക്. അത് വൈബ് കോഡിംഗ് ആണ്. വൈബ് കോഡിംഗ് എന്ന് പറയുന്ന വാക്കാണ് 2025 മികച്ച വാക്കായിട്ട് കൊലിൻസ് ഡിക്ഷണറി തിരഞ്ഞെടുത്തത്. അടുത്തത്, സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ശാസ്ത്ര കിരീടം 3ാം തവണയും നേടിയത് ഏത് ജില്ലയാണെന്നാണ്. മലപ്പുറമാണ്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് പാലക്കാടും, അതുപോലെ തന്നെ 2025 വേദിയായത് പാലക്കാട് തന്നെയാണ്. അപ്പൊ 3ാം തവണയും കിരീടം നേടിയത് മലപ്പുറം, 2ാം സ്ഥാനം പാലക്കാടിന്, വേദിയായത് പാലക്കാട്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ്. മാവേലിക്കരയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത്, മാവേലിക്കരയിൽ. അടുത്തത്, മുംബൈയിലെ കാർനാക് പാലത്തിന്റെ പുതിയ പേര് സിന്ദൂർ പാലം എന്നാണ്. അത് എന്തായിരിക്കും റീസൺ എന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു ഓണർ ആയിട്ടാണ് മുംബൈയിലെ കാർനാക് പാലത്തിന്റെ പുതിയ പേര് സിന്ദൂർ പാലം എന്ന് ഇട്ടിരിക്കുന്നത്. അടുത്തത്, 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ ആണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിലാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദിയാവുന്നത്. അടുത്ത ചോദ്യം, നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സുശീല കാർക്കിയാണ്. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സുശീല കാർക്കി. അടുത്തത്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങൾ ഏതൊക്കെയാണ്. ജ്യോതി, ഉമ എന്നീ പേരുകളുള്ള നെൽവിത്തിനങ്ങളാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതായിട്ട് നമ്മൾ എത്തിച്ചത്. അപ്പൊ ഏതൊക്കെയാണ് ജ്യോതി, ഉമ എന്നീ പേരുകളുള്ള നെൽവിത്തിനങ്ങൾ. അടുത്തത്, ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിലെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം സമ്രാട്ട് റാണയാണ്. ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം സമ്രാട്ട് റാണ കേട്ടോ. അടുത്ത ചോദ്യം, നാട്ടിലേക്ക് തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പാക്കുന്ന പദ്ധതി, അത് നെയിം എന്ന് പറയുന്ന പദ്ധതിയാണ്. നെയിം NAME, നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ നാട്ടിലേക്ക് തിരിച്ചെത്തിയ പ്രവാസി കേരളീയർക്ക് സംരംഭങ്ങളിൽ തൊഴിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നെയിം. അടുത്തത്, കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം. ഫിബോ എന്ന് പറയുന്ന കടുവയാണ് കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം. അതിന്റെ ചിത്രം ഇങ്ങനെയാണ്. ഇതാണ് ഫിബോ എന്ന് പറയുന്ന കടുവ. അടുത്തത്, സ്ത്രീകൾക്ക് വേണ്ടി രാജ്യത്ത് ആദ്യമായി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പൊ കേരളത്തിലാണ് സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായിട്ട് പ്രത്യേക വെൽനസ് ക്ലിനിക് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് കേട്ടോ.
അടുത്തത് മിതമായ നിരക്കിൽ സ്കൂൾ കുട്ടികൾക്ക് ലഘുഭക്ഷണങ്ങൾ ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച സെന്ററിന്റെ പേര് മാ കെയർ സെന്റർ. അപ്പം മിതമായിട്ടുള്ള നിരക്കിൽ സ്കൂൾ കുട്ടികൾക്ക് ലഘുഭക്ഷണങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച സെന്ററിന്റെ പേരാണ് മാ കെയർ സെന്റർ. അടുത്ത ചോദ്യം, കേരള എക്സൈസ് കമ്മീഷണറായിട്ട് നിയമിതനായ വ്യക്തി എം.ആർ. രഞ്ജിത്ത് കുമാർ. എം.ആർ. രഞ്ജിത്ത് കുമാറാണ് കേരള എക്സൈസ് കമ്മീഷണറായിട്ട് ഈ അടുത്ത് നിയമിതനായ വ്യക്തി. അടുത്തത് 56ാമത് GST കൗൺസിൽ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണെന്നാണ്. അപ്പൊ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററും അതുപോലെ തന്നെ GST കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സണുമായിട്ടുള്ള നിർമ്മല സീതാരാമനാണ് 56ാമത് GST കൗൺസിൽ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച വ്യക്തി. അടുത്ത ചോദ്യം, 2025 നവംബറിൽ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി ഏത് ആഫ്രിക്കൻ രാജ്യത്തു നിന്നുമാണ് 8 ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ച് പുനരധിവസിപ്പിക്കാൻ ഉടമ്പടിയായത്? അപ്പൊ ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്നാണ് 8 ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ച് പുനരധിവസിപ്പിക്കാനുള്ള ഉടമ്പടിയായത്. അടുത്ത ചോദ്യം, ISROയുടെ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ട പാരച്യൂട്ട് ഡ്രോപ്പ് ടെസ്റ്റിന്റെ 2ാം ഘട്ടമാണ് അടുത്തിടെ വിജയകരമായി പൂർത്തിയായത്? ഗഗൻയാൻ എന്ന് പറയുന്ന പദ്ധതിയുടെ പാരച്യൂട്ട് ഡ്രോപ്പ് ടെസ്റ്റിന്റെ 2ാം ഘട്ടമാണ് അടുത്തിടെ വിജയകരമായിട്ട് പൂർത്തിയായത് കേട്ടോ. അപ്പൊ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പാരച്യൂട്ട് ഡ്രോപ്പ് ടെസ്റ്റ് ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ലോക ന്യൂമോണിയ ദിനം എന്നാണെന്നാണ്. അത് നവംബർ 12-നാണ് ആചരിക്കുന്നത്. അതുപോലെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം അന്ന് തന്നെയാണ് പക്ഷിശാസ്ത്രജ്ഞനായിട്ടുള്ള വളരെ പ്രശസ്തനായ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനം. അപ്പോൾ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായിട്ടുള്ള നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. അന്ന് തന്നെയാണ് ലോക ന്യൂമോണിയ ദിനവും ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ 1 ദിവസം ആർത്തവ അവധി അനുവദിച്ച് ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം കർണാടകയാണ്. അപ്പം 12 ദിവസത്തെ പെയ്ഡ് ലീവ് ഒരു വർഷത്തിൽ അവിടുത്തെ ഗവൺമെന്റ് അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കും പബ്ലിക് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലുള്ള വനിതാ ജീവനക്കാർക്ക് നൽകണം എന്നാണ് ഉത്തരവ്. അപ്പോൾ വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ 1 ദിവസം വെച്ച് ആർത്തവ അവധി അനുവദിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനമാണ് കർണാടക. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമൻ റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്ന രാജ്യം ചൈനയാണ്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ഹ്യൂമൻ റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്നത് ചൈനയിലാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. അപ്പോൾ ജാർഖണ്ഡിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത്. അടുത്തത്, ഇന്ത്യ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വൻകിട സർവേ കപ്പലിന്റെ പേര് ഇക്ഷക് എന്നാണ്. അപ്പം സർവേ കപ്പൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാപ്പിങ്ങിനും റിസർച്ചിനും പ്ലാനിങ്ങിനും ഒക്കെ ആയിട്ട് നമ്മുടെ സമുദ്രത്തിലെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന കപ്പലാണ് ഈ സർവേ കപ്പൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വൻകിട സർവേ കപ്പലിന്റെ പേരാണ് ഇക്ഷക്. നവംബർ 2025 ഇക്ഷക് കമ്മീഷൻ ചെയ്തത്. അടുത്തത്, 15 വയസ്സിന് താഴെയുള്ളവരുടെ ഇടയിൽ സമൂഹ മാധ്യമ ഉപയോഗം നിരോധിക്കാൻ തീരുമാനിച്ച യൂറോപ്യൻ രാജ്യം ഡെൻമാർക്കാണ്. അപ്പൊ ഡെൻമാർക്കിലാണ് 15 വയസ്സിന് താഴെയുള്ളവരുടെ ഇടയിൽ സമൂഹ മാധ്യമത്തിന്റെ ഉപയോഗം നിരോധിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബയോസ്ഫിയർ റിസർവ് ദിനം നവംബർ 3-നാണ് അന്താരാഷ്ട്ര ബയോസ്ഫിയർ റിസർവ് ദിനം. അടുത്തത്, കജിക്കി ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ച പ്രധാന രാജ്യം വിയറ്റ്നാം ആണ്. അപ്പൊ ഒരുപാട് നമ്മൾ വാർത്തയിൽ കണ്ടതാണ് അല്ലെ. അപ്പൊ വിയറ്റ്നാമിലാണ് കജിക്കി ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതച്ചത്. അടുത്ത ചോദ്യം, 2025 PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് ലഭിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനാണ്. പോസ്റ്റുമസ്ലിയാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് കൊടുക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര മേഖലയ്ക്കാണ്. അപ്പൊ സാമ്പത്തിക ശാസ്ത്ര മേഖലയിലെ കോൺട്രിബ്യൂഷൻസിനാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് PV നരസിംഹറാവു മെമ്മോറിയൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ്. അപ്പൊ മൈസൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്. അടുത്തത്, ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടം വാസയോഗ്യമാണോ എന്നതിനെ കുറിച്ചും പഠിക്കാനുള്ള എസ്കേപ്പേഡ് ദൗത്യം. എസ്കേപ്പേഡിന്റെ ഫുൾ ഫോം വരുന്നത് എസ്കേപ്പ് ആൻഡ് പ്ലാസ്മ ആക്സിലറേഷൻ ആൻഡ് ഡൈനാമിക്സ് എക്സ്പ്ലോറേഴ്സ് എന്നാണ്. അപ്പം എസ്കേപ്പേഡ് ദൗത്യം ഏത് സംഘടനയുടേതാണ് എന്നാണ്. അപ്പൊ നാസയുടേതാണ് എസ്കേപ്പേഡ് ദൗത്യം. എന്തിനെ കുറിച്ച് പഠിക്കാനാണ്? ചൊവ്വയുടെ അന്തരീക്ഷത്തിനെ കുറിച്ചും അവിടെ വാസയോഗ്യമാണോ എന്നും പഠിക്കാനാണ് എസ്കേപ്പേഡ് ദൗത്യം. അടുത്ത ചോദ്യം, ഈയിടെ അന്തരിച്ച വൃക്ഷമാതാവ് അഥവാ ട്രീ വുമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക സാലുമരദ തിമ്മക്ക എന്ന് പറയുന്ന അമ്മയാണ്. ഏകദേശം 8000-ൽ കൂടുതൽ മരങ്ങൾ അവർ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പൊ ട്രീ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കർണാടകയിലെ സാലുമരദ തിമ്മക്ക എന്ന് പറയുന്ന അമ്മയാണ്. അടുത്ത ചോദ്യം, ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ 2025 പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തി ഡോക്ടർ പൂർണിമ ദേവി ബർമനാണ്. ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ 2025 പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായിട്ടുള്ള വ്യക്തി.
അടുത്തത് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം. അപ്പം ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളമാണ് കേട്ടോ. അടുത്ത ചോദ്യം, AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ഇന്ത്യയിലെ ബാങ്ക് ഏത്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ഇന്ത്യയിലെ ബാങ്ക്. അടുത്തതായിട്ട് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡിന് അർഹനായത് ആരാണെന്നാണ്. ട്രിപ്പിൾ ജമ്പ് താരമായിട്ടുള്ള എൽദോസ് പോളിനാണ് മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എൽദോസ് പോൾ കേട്ടോ. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡ് നേടിയത് ആരാണെന്നാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറിനാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അടുത്ത ചോദ്യം, വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് എത്ര രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സുപ്രീം കോടതി വിധി? അപ്പോൾ 10 ലക്ഷം രൂപയാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായിട്ട് നൽകാൻ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപ. അടുത്ത ചോദ്യം, കുടുംബശ്രീയുടെ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായക സംഘം ഏതെന്നാണ്. സുശക്തി എന്ന് പറയുന്നതാണ് അതിന് പേര്. സുശക്തി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് കുടുംബശ്രീയുടെ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായിട്ട് കേരള സർക്കാർ രൂപീകരിക്കുന്നത്. അടുത്തത് അന്താരാഷ്ട്ര പുരുഷ ദിനം നവംബർ 19-നാണ്. അതുപോലെ വാഗൺ ട്രാജഡി ദിനം നവംബർ 19-നാണ്. 1921 മലബാർ കലാപ സമയത്ത് നടന്ന ഒരു ദുരന്തമാണ് വാഗൺ ട്രാജഡി. അപ്പൊ വാഗൺ ട്രാജഡി ദിനം നവംബർ 19-നാണ്. നവംബർ 19 തന്നെയാണ് അന്താരാഷ്ട്ര പുരുഷ ദിനം ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ രാജ്യം. ഇന്ത്യ. 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. കേട്ടിക്. അപ്പൊ പട്ടികവർഗ വിഭാഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കേട്ടിക്. അടുത്ത ചോദ്യം, ഹരിത ബസ്സുകൾ മാത്രം ഓടിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. അപ്പൊ ഗ്രീൻ ബസ്സുകൾ മാത്രം ഓടിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് പൂനെ. അടുത്തത്, ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായാണ് 10ാം തവണയും നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്? ബീഹാർ മുഖ്യമന്ത്രിയായിട്ടാണ് 10ാം തവണയും നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പൊ ഏതാണ് സംസ്ഥാനം? ബീഹാർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, 2025 നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേര്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അപ്പം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ് 2025 നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. അടുത്തത്, അന്താരാഷ്ട്ര നാണയനിധി IMF. അപ്പൊ IMF-ൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി 2025 നിയമിതനായ മുൻ RBI ഗവർണർ ആരാണെന്നാണ്. ഊർജിത് പട്ടേലാണ്. അപ്പോൾ ഊർജിത് പട്ടേലാണ് 2025 ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് IMF-ൽ ജോയിൻ ചെയ്തത്. അടുത്ത ചോദ്യം, 2025 നവംബറിൽ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ആരാണെന്നാണ്. ഷെയ്ഖ് ഹസീന. അപ്പൊ ഷെയ്ഖ് ഹസീന ഡീത്രോൺ ചെയ്തതും അവിടുത്തെ ഒരു റവല്യൂഷനൊക്കെ നമ്മൾ കണ്ടതാണ് റീസെന്റ്. അപ്പൊ 2025 നവംബറിൽ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഷെയ്ഖ് ഹസീനയെയാണെന്ന് ഓർക്കുക. അടുത്തത്, മനുഷ്യരിൽ ആദ്യമായി H5N5 പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമേരിക്കൻ സംസ്ഥാനം. വാഷിംഗ്ടൺ ആണ്. അപ്പൊ വാഷിംഗ്ടണിലാണ് മനുഷ്യരിൽ ആദ്യമായിട്ട് H5N5 പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. അടുത്തത്, 52 വർഷങ്ങൾക്ക് ശേഷം ഫിഫ ലോകകപ്പ് ഫുട്ബോളിലേക്ക് യോഗ്യത നേടിയ രാജ്യം. ഹെയ്ത്തി ആണ്. ഹെയ്ത്തി എന്ന് പറയുന്ന കരീബിയൻ രാജ്യമാണ് 52 വർഷങ്ങൾക്ക് ശേഷം ഫിഫ ലോകകപ്പ് ഫുട്ബോളിലേക്ക് യോഗ്യത നേടിയത്. അടുത്തത്, ഇന്ദിരാഗാന്ധി സ്മാരക ട്രസ്റ്റിന്റെ 2024 ഇന്ദിരാഗാന്ധി സമാധാന അവാർഡ് ലഭിച്ചത് മിഷേൽ ബാഷ്ലറ്റിനാണ്. അപ്പോൾ ഫോർമർ ചിലി പ്രസിഡന്റ് കൂടിയാണ് മിഷേൽ ബാഷ്ലറ്റ്. 2006 മുതൽ 2010 വരെ ചിലിയിലെ പ്രസിഡന്റ് ആയിരുന്നു മിഷേൽ ബാഷ്ലറ്റ്. 2024 ഇന്ദിരാഗാന്ധി സമാധാന അവാർഡ് ലഭിച്ചിരിക്കുന്നത് മിഷേൽ ബാഷ്ലറ്റിനാണ്. അടുത്തത്, സക്കുറാജിമ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ജപ്പാൻ ആണ്. അപ്പം ജപ്പാനിലാണ് സക്കുറാജിമ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ കറണ്ട് അഫയേഴ്സ് റൗണ്ടപ്പിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നിങ്ങളുടെ ക്വയറീസ്, ഡൗട്ട്സ്, ഫീഡ്ബാക്സ് എന്തുണ്ടെങ്കിലും നമ്മളെ കോമെൻറ്റ് ബോക്സിൽ താഴെ കോമെൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.